പോകുന്ന ലെസൻ്റെ പേരാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഇത് എഴുതിയിരിക്കുന്നത് മാക്സ് ബിർബോം ആണ്. ഇപ്പോൾ റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന പോർഷനിലേക്ക് നമുക്ക് പോകാം. വാക്കിംഗ് ലൈക്ക് എനി അതർ എക്സസൈസ് undoubtedly leads to physical wellness. There may be difference of opinion. The argument that each and every moment has to be filled with activity has gained currency these days. In the essay Going Out for a Walk, Max Beerbohm looks at walking from a different perspective. അപ്പോൾ ഇതിൽ പറയുന്നത് മറ്റ് ഏതൊരു വ്യായാമത്തെ പോലെ നടക്കുന്നത് നിസ്സംശയം ശാരീരിക ക്ഷമതയിലേക്ക് നയിക്കുന്നു. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓരോ നിമിഷവും പ്രവർത്തന നിർഭരമായിരിക്കണമെന്ന വാദത്തിന് ഈ കാലഘട്ടത്തിന് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന എസ്സയിൽ നടത്തത്തെ മാക്സ് ബിർബോം ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുന്നു. ഈ ലെസണിലെ ഓഥറിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. സർ ഹെൻറി മാക്സിമിലൻ മാക്സ് ബിർബോം, ദ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് കാരിക്കേച്ചറിസ്റ്റ്, ഈസ് റിമെമ്പേർഡ് ഫോർ ദ എലഗൻസ് ആൻഡ് ജെന്റിൽ ഹ്യൂമർ ഓഫ് ഹിസ് പേഴ്സണൽ എസ്സൈസ്. He is best known today for his 1911 novel Zulekha Dobson. In the essay Going Out for a Walk, Beerbohm challenges the notion that walking is a productive mental exercise, especially if one is accompanied by a talkative companion. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനും കാരിക്കേച്ചറിസ്റ്റും ആണ്. തൻ്റെ എഴുത്തുകളിൽ തമാശകളും ഫലിതങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന 1911 നോവലാണ് സുലേഖ ഡോബ്സൺ. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന എസ്സയിൽ അദ്ദേഹം പറയുന്നത് വളരെ സംസാരപ്രിയനായ ഒരു വ്യക്തിയോടൊപ്പം നടക്കാൻ പോകുന്നത് മെൻ്റൽ എക്സസൈസിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കില്ല എന്നാണ്. അടുത്ത നമുക്ക് ലെസണിലേക്ക് പോകാം. ഇറ്റ് ഈസ് എ ഫാക്റ്റ് ദാറ്റ് നോട്ട് വൺസ് ഇൻ ഓൾ മൈ ലൈഫ് ഹാവ് ഐ ഗോൺ ഔട്ട് ഫോർ എ വാക്ക്. വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും തന്നെ പുറത്തേക്ക് നടക്കാൻ പോയിട്ടില്ല. ഐ ഹാവ് ബീൻ ടേക്കൺ ഔട്ട് ഫോർ വാക്സ് ബട്ട് ദറ്റ് ഈസ് അനദർ മാറ്റർ. എന്നെ പുറത്തേക്ക് കൊണ്ടുപോയതാണ്, ഞാൻ പോയതല്ല. പക്ഷേ അത് വേറൊരു കാര്യം. ഈവൻ വൈൽ ഐ ട്രോട്ടഡ് പ്രാറ്റ്ലിംഗ് ബൈ മൈ നേഴ്സ് സൈഡ് ഐ റിഗ്രറ്റഡ് ദ ഗുഡ് ഓൾഡ് ഡേയ്സ് വെൻ ഐ ഹാഡ് ആൻഡ് വാസ് ഇൻ എ പെരാംബുലേറ്റർ. എൻ്റെ കുട്ടിക്കാലത്ത് നേഴ്സിൻ്റെ കയ്യും പിടിച്ച് നടന്ന സമയത്ത്, അല്ലെങ്കിൽ കളിവണ്ടിയുമായി കളിച്ചിരുന്ന സമയത്ത് ഞാൻ നടത്തത്തെക്കുറിച്ച് വളരെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെൻ ഐ ഗ്രൂ അപ്പ് ഇറ്റ് സീംഡ് ടു മീ ദാറ്റ് ദ വൺ അഡ്വാൻറ്റേജ് ഓഫ് ലിവിങ് ഇൻ ലണ്ടൻ വാസ് ദാറ്റ് നോബഡി എവർ വാണ്ടഡ് മീ ടു കം ഔട്ട് ഫോർ എ വാക്ക്. പിന്നെ ഞാൻ വലുതായപ്പോൾ ലണ്ടനിൽ ഉള്ള ആരും തന്നെ എന്നെ നടക്കാനായി ക്ഷണിച്ചിരുന്നില്ല. അത് എനിക്കൊരു നേട്ടമായി തന്നെ തോന്നിയിരുന്നു. ലണ്ടൻസ് വെരി ഡ്രോബാക്സ്, its endless noise and hassle, its smoky air and squalor ambushed everywhere in it, assured this one immunity. കാരണം ലണ്ടൻ്റെ പരിമിതികൾ തന്നെയാണ്. അത്തരം പരിമിതികൾ കൂടുതൽ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. പരിമിതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശബ്ദങ്ങളും അല്ലേ, സ്മോക്കി എയർ, എല്ലായിടത്തും ഒളിഞ്ഞിരിക്കുന്ന മലിനതകളും. ഇത്തരം കാരണങ്ങൾ കൊണ്ട് ആരും തന്നെ ഇദ്ദേഹത്തെ ലണ്ടനിൽ വച്ച് പുറത്തേക്ക് നടക്കാൻ ക്ഷണിച്ചിരുന്നില്ല. വെനെവർ ഐ വാസ് വിത്ത് ഫ്രണ്ട്സ് ഇൻ കൺട്രി ഐ ന്യൂ ദാറ്റ് അറ്റ്
Any moment, unless rain were actually falling, some man might suddenly say, "Come out for a walk," in that sharp, imperative tone which he would not dream of using it. എപ്പോഴാണോ താൻ തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം തൻ്റെ ഗ്രാമത്തിൽ ആയിരിക്കുമ്പോൾ വളരെ ബഹുമാനമില്ലാതെ ചിലർ പെട്ടെന്ന് പുറത്തേക്ക് നടക്കാൻ വിളിക്കും. പക്ഷേ ഏത് സമയത്താണ്? മഴയൊന്നും ഇല്ലാത്ത സമയത്ത്. അത്തരത്തിലുള്ള ക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കം ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനമില്ലാതെ ഇദ്ദേഹത്തെ പുറത്തേക്ക് നടക്കാൻ വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ്. People seem to think there is something inherently noble and virtuous in the desire to go for a walk. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പോകുന്നത് ജന്മസിദ്ധമായ അല്ലെങ്കിൽ നീതിബോധമുള്ള ആഗ്രഹമാണ്. Anyone thus desirous feels that he has a right to impose his will on whomever he sees comfortably settled in an armchair reading. ഇത്തരം ആഗ്രഹം ഒരു ചാരുകസയിൽ ഇരുന്ന് വായിക്കുന്ന ഒരാളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണെന്ന് തോന്നിപ്പോകും. ഇറ്റ് ഈസ് ഈസി ടു സേ സിംപ്ലി നോ ടു ആൻ ഓൾഡ് ഫ്രണ്ട്. നമ്മുടെ പഴയ ഒരു ഫ്രണ്ടിനോട് ആണെങ്കിൽ നമുക്ക് നോ എന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് എ മിയർ അക്വൈറ്റൻസ് വൺ വാണ്ട്സ് സംതിങ് എക്സ്ക്യൂസ്. എന്നാൽ അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് നമുക്ക് എക്സ്ക്യൂസ് പറയേണ്ടി വരും. ഐ വിഷ് ഐ കുഡ് ബട്ട് നത്തിങ് എവർ occurs to me except I have some letters to write. അത്തരം വ്യക്തികളോട് ഞാൻ പറയും, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്, അല്ലെങ്കിൽ വരാൻ ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയും. This formula is unsatisfactory in 3 ways. First one, it isn't believed. Second, it compels you to rise from your chair, go to the writing table and sit improvising a letter to somebody until the work monger shall have lumbered out of the room. Third one, it won't operate on Sunday mornings. There is no post out till this evening clinches the matter, and you may as well go quietly. ഇത്തരം ഫോർമുലാസ് 3 രീതിയിൽ എന്നെ അസംതൃപ്തിപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം, ഇതാരും വിശ്വസിക്കില്ല. രണ്ടാമത്തെ കാര്യം, നാം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നെ എഴുതാൻ പോകാൻ പ്രേരിപ്പിക്കുന്നു. പിന്നെ നടക്കാൻ ക്ഷണിച്ച വ്യക്തി പോകുന്നതുവരെ എഴുതുന്നതുപോലെ അഭിനയിക്കാൻ പ്രേരിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഞായറാഴ്ച രാവിലത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, കാരണം പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കില്ല. പിന്നെ ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നത് ഒന്നും പുറത്തേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ സെറ്റിലാക്കി പുറത്തേക്ക് പറഞ്ഞുവിടാൻ തയ്യാറാകുന്നു. Walking for walking's sake may be as highly laudable and exemplary a thing as it is held to be by those who practice it. എന്ന് വെച്ചാൽ വാക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നവർ വിശ്വസിക്കുന്നത് നടക്കാൻ പോകുന്നത് നടക്കാൻ വേണ്ടി മാത്രമാകണം, മറ്റേതെങ്കിലും ആവശ്യത്തിന് നടക്കുന്നത് നടത്തമല്ല. അതൊരു പ്രശംസനീയമായ ഒന്നായിരിക്കും. My objection to it is that it stops the brain. എൻ്റെ വിശ്വാസം വെറുതെ നടക്കുന്നത് ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്.
Many a man has professed to me that his brain never works so well as when he is swinging along the high road or over hills and dale. ധാരാളം വ്യക്തികൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡിലൂടെയും കുന്നിൻ മുകളിലൂടെയും താഴ്വാരങ്ങളിലൂടെയും നടക്കുമ്പോഴും അവരുടെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്ന്. This boast is not confirmed by my memory of anybody who on a Sunday morning has forced me to partake of his adventure. സൺഡേ മോർണിംഗിൽ എന്നെ നടക്കാൻ ഒരാൾ പ്രേരിപ്പിച്ചപ്പോൾ ഇത്തരം പൊങ്ങച്ചം എനിക്ക് അത്ര അങ്ങ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. എക്സ്പീരിയൻസ് ടീച്ചസ് മീ ദാറ്റ് whatever a fellow guest may have of power to instruct or to amuse when he is sitting on a chair or standing on a hearth rung quickly leaves him when he takes one out for a walk. അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴും ചൂടുകൊള്ളാൻ നിൽക്കുമ്പോഴും എൻ്റെ അതിഥികൾ എന്നെ തമാശകൾ പറഞ്ഞ് രസിക്കുമ്പോഴും പുറത്തേക്ക് നടക്കാൻ പോകുന്നത് അത്ര രസകരമല്ല എന്ന്. The ideas that came so thick and fast to him in any room, where are they now? Where is the encyclopedic knowledge which he bore so lightly? Where the kindling fancy that played like summer lightning over any topic that was started? The man's face that was so mobile is set now. Gone is the light from his fine eyes. എന്ന് വെച്ചാൽ ഇദ്ദേഹം വീട്ടിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആശയങ്ങൾ മനസ്സിലേക്ക് വരും. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ അവ എവിടെ ഇപ്പോൾ എന്ന് തോന്നും. അല്ലെങ്കിൽ സർവ്വവിജ്ഞാനം എവിടെയാകുന്നു എന്നും തോന്നിപ്പോകും. ഏതൊരു വിഷയവും കിട്ടിയാലും പെട്ടെന്ന് ജ്വലിക്കുന്ന ഭാവന എവിടെ പോയി എന്നും തോന്നും. വളരെയധികം ചലനാത്മകമായിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് പ്രകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം പുറത്തേക്ക് നടക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ സമ്മർ സീസണിൽ അതിയായിട്ട് ജ്വലിക്കുന്ന സൂര്യനെ പോലെ അത് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജ്വലിക്കുന്ന ഒരു ഭാവന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരും താൻ എവിടെയായിരിക്കുമ്പോൾ, വീട്ടിൽ ആയിരിക്കുമ്പോൾ. പക്ഷെ പുറത്തേക്ക് നടക്കാൻ പോകുമ്പോൾ അത്തരം ഭാവനകൾ തൻ്റെ മനസ്സിൽ വരില്ല എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. He says that our host is thoroughly good fellow. 50 yards further on, he adds that A is one of the best fellows he has ever met. We tramp another furlong or so, and he says that Mrs. A is a charming woman. എന്ന് വെച്ചാൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് ആരോടൊപ്പമെങ്കിലും ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അതിഥിയോടൊപ്പം നടക്കാൻ പോകുമ്പോൾ ആദ്യം നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയും, അല്ലേ, അതിഥിയോട് പറയും, ഒരു നല്ല വ്യക്തിയാണെന്ന് പറയും. അയാളോടൊപ്പം കുറച്ച് ദൂരം നടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 50 യാർഡ് നടന്ന് കഴിയുമ്പോൾ അദ്ദേഹം പറയും തൻ്റെ അതിഥി താൻ കണ്ടതിൽ വച്ച് ഏറ്റവും മികച്ചവരിൽ ഒരാളാണെന്ന് പറയും. ഇവിടെ എ എന്ന് കൊടുത്തിട്ടുള്ളത് ഒരു വ്യക്തിയെ കുറിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ കുറിക്കുന്നതിന് വേണ്ടി ഒരാളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന് പകരം എ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനോടൊപ്പം കുറച്ച് ദൂരം കൂടി നടന്ന് കഴിയുമ്പോൾ അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു
സുന്ദരിയായ സ്ത്രീ എന്ന് പറയും. പിന്നെ വീണ്ടും കുറച്ച് സമയം നടന്നു കഴിയുമ്പോൾ ഇദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ടതിൽ വച്ച് മികച്ച സ്ത്രീകളിൽ ഒരാളാണെന്ന് പറയും. അപ്പം ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പറഞ്ഞ് അല്ലേ, വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ പറഞ്ഞായിരിക്കും രണ്ടുപേർ തമ്മിൽ നടക്കുന്നത്. പക്ഷേ ആ ഒരു സമയം അദ്ദേഹം വീട്ടിലായിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നല്ല നല്ല ആശയങ്ങൾ വരും. അത് വെച്ച് കുറേ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പുറത്തേക്ക് നടക്കാൻ പോകുന്നത് അത്തരം നല്ലതല്ല, അല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയും. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഇങ്ങനെ പോകുന്നു എന്നതായിട്ടാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. Recently he asked that she is one of the most charming women he has ever known. അദ്ദേഹത്തിന് അറിയാവുന്നതിൽ വച്ച് ഏറ്റവും അതീവ സുന്ദരിയായിട്ടുള്ള സ്ത്രീകളിൽ ഒരാളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വി പാസ് ആൻഡ് ഇൻ. അതിനുശേഷം അവർ ഒരു മദ്യശാലയുടെ അരികിലൂടെ കടന്നു പോകുന്നു. ഹി റീഡ്സ് റാപ്ലി ലൗഡ് വോയിസ് ടു മീ ദ കിങ്സ് ആംസ് ലൈസൻസ്ഡ് ടു സെൽ എലിസ് ആൻഡ് സ്പിരിറ്റ്. പിന്നെ അദ്ദേഹം വായിച്ചു തരുന്നു അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ്. ദ കിങ്സ് ആം എന്ന ഒരു മദ്യശാലയുടെ ബോർഡ് അദ്ദേഹം എന്നെ വായിച്ചു കേൾപ്പിക്കുന്നു. അവിടെ അലിസും സ്പിരിറ്റും വിൽക്കുന്ന ലൈസൻസ് ഉള്ള ഒരു മദ്യഷാപ്പാണ്. അലിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു ലിക്വറാണ് അല്ലേ, ഒരു വൈനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അലീസും. അപ്പോൾ അലീസും സ്പിരിറ്റൊക്കെ വിൽക്കുന്ന ഒരു മദ്യശാലയുടെ ബോർഡ് അദ്ദേഹം എന്നെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഐ ഫോർസീ ദാറ്റ് ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ വാക്ക് ഹി വിൽ റീഡ് അലൗഡ് എനി ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് ഒക്കേഴ്സ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നെ ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കാണുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തുള്ള ഭാഗം നമുക്ക് പഠിക്കാം.